ഹായ്, ഇത് നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണേ. നമ്മളെല്ലാവരും രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ ശരിക്കും ഇത് കേരളം തന്നെയാണെന്ന് തോന്നുന്നില്ലേ? ഞങ്ങളും അങ്ങനെ തന്നെ കേട്ടോ വിചാരിച്ചു. ശരിക്കും നമ്മൾ ഗോവ എത്തുന്നവരെയും ഇത് കേരളം തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ്. ഗോവയും കേരളവും തമ്മിലുള്ള ആ ഒരു കാഴ്ചകളിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല കേട്ടോ, നമുക്കാർക്കും. അങ്ങനെ എല്ലാവരും രാവിലെ ഒന്ന് ഫ്രഷൊക്കെ ആയി ഫോണിലൊക്കെ കളിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ 6 പേരായതുകൊണ്ട് തന്നെ സംസാരത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ സംസാരിച്ച് അവിടെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്ലം കേക്ക്, അതുപോലെ ബേക്കറി സാധനങ്ങൾ, ട്രെയിനിൽ നിന്ന് നമ്മൾ കുറച്ച് വാങ്ങിച്ച എണ്ണക്കടികൾ ഒക്കെ കഴിച്ചിട്ടാട്ടോ നമ്മൾ അവിടെ എത്തിച്ചത്. ട്രെയിൻ ഏകദേശം ഒരു 12 മണിയോടുകൂടി എത്തും എന്നുള്ള പ്ലാന് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു ഇരുന്നത്. ഇത് കണ്ടോ, ഈ പോണ വഴിക്ക് ഇതുപോലെ കുറേ കേവ്സിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു സ്പീക്കറൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഫോണിൽ തന്നെ പാട്ട് വെച്ച് അങ്ങനെ വൈബടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ ലുഡോ കളിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാലോ, അതെ, ഞാൻ തന്നെയാണ് ജയിച്ചത്. പക്ഷെ അതാരും സമ്മതിച്ച് എഴുതുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആരാ ജയിച്ചതെന്ന് ചോദിച്ചിട്ട് വീടെടുക്കുമ്പോൾ എല്ലാവരും ഞാനാ ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി ഇതുപോലെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുക, കുറച്ച് നേരം കിടന്നുറങ്ങുക, സംസാരിക്കുക, ഇങ്ങനെയായി ലാസ്റ്റ് നമ്മൾ ഗോവയിൽ എത്തിയിട്ടോ. എല്ലാവരും ഇറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മൾ ഓൾറെഡി അവിടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ ആളും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ ട്രെയിൻ ശരിക്കും ഒരു 12 മണിക്ക് ഗോവയിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നല്ല ലേറ്റായിട്ടാണ് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് വിശന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ച് ബേക്കറി സാധനങ്ങൾ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ശരിക്കും പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗോവയിലെ ടിപ്പിക്കൽ ഓരോ വീടുകളൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ കൂടുതൽ ഞങ്ങൾ അതാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വരുന്ന വ്ളോഗ്സിലൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് പോയിട്ട് കുറച്ച് ജ്യൂസൊക്കെ തന്നു. നമ്മൾ ആ ഹോട്ടലിലുള്ള കുറച്ച് പീസസാണ് കേട്ടോ, ഷോ പീസസാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോട്ടലിൽ ഈ കാണുന്ന പൂളുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിൽ ഇറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ റൂമിലെത്തി. നമ്മളൊന്ന് ഫ്രഷായി അതിന് ശേഷമാണ് പുറത്തു പോയത്. അതിന് നമുക്ക് പാർട്ട് 3 കാണാം. അപ്പോൾ ഓക്കെ, ബൈ.